അപ്പൊ ഈ ശനിയാഴ്ച നമ്മുടെ അടുത്തുള്ള ചിറക്കൽ അമ്പലത്തിലെ വിളക്കാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡിന്റെ അവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ വിൻഷേട്ടൻ വൃത്തിയാക്കുന്നുണ്ട്. ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോ കാട്ടുന്ന പ്രസനാണ് കേട്ടോ അത്, കൈക്കോട്ടൊക്കെ ഇട്ട് കറക്കണത്. പിന്നെ ഞാൻ വേഗം വിളക്കൊക്കെ കൊളത്തിയിട്ട് അപ്പൊ തേജുവിനെ ഇപ്പൊ കുറെ പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. കുട്ടി ഇപ്പൊ ഭയങ്കര ബിസിയാണ്. രാവിലെ ക്ലാസ് പോവാ, വൈകിട്ട് വരിക, കളിക്കാൻ പോവാ, പഠിക്കുക, കഴിക്കുക, കെടുക്കുക, പിന്നെ രാവിലെ എന്റെ ക്ലാസ്സിൽ പോവാ. ഇതാണ് ഇപ്പൊ ആളുടെ പരിപാടി കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ തീരെ കിട്ടാത്തത്. പിന്നെ ഒരു 5:30 കഴിഞ്ഞാൽ എന്റെ റോട്ടിലൊക്കെ ചെറിയ രീതിക്ക് സ്വാമിമാരുടെ തിരക്കാവട്ടോ. അമ്പലക്കുളത്തേക്ക് കുളിക്കാൻ പോവാണ്. ഞാനിവിടെ നമ്മുടെ വീട്ടിലെ സ്വാമിനെ കാത്തിട്ടായിട്ട് നിൽക്കണത്. അപ്പൊ വിൻഷേട്ടൻ അവിടെ ക്ലീൻ ആക്കി കിടന്നൂല. അപ്പൊ അതൊക്കെ അതേ കൊണ്ടുവച്ച് ഇനി വിൻഷേട്ടനും കുളത്തിലേക്ക് കുളിക്കാൻ പോകണട്ടാ. തേജു അതെ തേജുവിന്റെ കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഇതേ വിൻഷേട്ടനെ കാത്തിട്ടാണ് നിൽക്കണത്. പിന്നെ ഇപ്പോഴും കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തേജു മലയ്ക്ക് പോകണ്ടോന്ന്. തേജു പോണില്ല കേട്ടോ. ഇപ്പോഴും എന്തേ അവനെ പറഞ്ഞയച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ തേജുവിനെ കുറച്ചും കൂടി 2-3 വർഷം കൂടി കഴിഞ്ഞിട്ട് വിടാന്ന് വിചാരിച്ചിട്ടാണ്. അവന് പിന്നെ നേർച്ചയോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ധൃതി കൂട്ടാത്തത്. അപ്പൊ തേജു മിൻഷേട്ടനും കുളത്തിലേക്കാട്ടാ പോയത്. ഞാൻ വേഗം കയറി തൊഴുതു. ഞാൻ തൊഴുതാർക്കുമ്പോഴേക്കും മിൻഷേട്ടനും ഇതേ കുളിച്ച് വരുന്നുണ്ട് കേട്ടാ. പിന്നെ മിൻഷേട്ടൻ നേരെ അമ്പലത്തേക്ക് പോയി. ഞാനും തേജും കൂടിയിട്ട് കാത്തിരിക്കട്ടാ. ഇന്ന് ചുറ്റുവിളക്കുള്ളതുകൊണ്ട് തന്നെ അമ്പലം മൊത്തം വിളക്കൊക്കെ കത്തിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാട്ട് അപ്പുറത്തുനിന്ന് ഗീത ചേച്ചി അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം കൊടുന്നായിരുന്നത്. അവർ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പത്തേക്ക് പ്രസാദം കുറച്ച് നമുക്ക് തന്നോട്ടാ. പിന്നെ ഈ ഒരു പ്രസാദ പായസം ഇഷ്ടമല്ലാത്തവരായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം നല്ല ടേസ്റ്റ് ആണ് ഈ പ്രസാദത്തിന് കേട്ടാ. അങ്ങനെ ഞങ്ങൾ അതിരുന്ന് കഴിച്ചു. കുറച്ചേരം ഉമ്മറത്തത് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ടാണ് കഴിക്കണത്. പിന്നെ ഞാൻ വേഗം നാളത്തേക്കുള്ളതെല്ലാം ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കേണ്ട ചെയ്യണത്. കാരണം രാവിലെ എളുപ്പപ്പണിയാണ് അത്. നമുക്ക് പിന്നെ അരിയാനോ നിൽക്കണ്ടല്ലോ, കൈയോടെ എടുത്ത് വെക്കേ വേണ്ടു. അപ്പൊ പിന്നെ നാളത്തേക്കുള്ളതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി. പിന്നെ രാത്രിക്ക് വിൻഷേട്ടന് ചപ്പാത്തിയും തക്കാളിക്കറി ആയിട്ട് ഉണ്ടാക്കണത്. അതും ആ ഒരു സമയത്ത് തന്നെ ചെയ്ത് തീർത്തുവിട്ടു. അപ്പൊ പിന്നെ കിച്ചണിൽ ഒന്നിച്ചങ്ങോട്ട് തീർത്താൽ പിന്നെ കിച്ചണിലേക്ക് കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നാളത്തേക്കുള്ളത് അരിയലും തക്കാളിക്കറി ഉണ്ടാക്കലും ചപ്പാത്തി ഉണ്ടാക്കലും ഒക്കെ ഒന്നിച്ച് ഇതേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പണിത്തിരക്കിലായതുകൊണ്ട് തന്നെ തേജുവിനെ ഇരുന്നിട്ട് വിൻഷേട്ടനാട്ട പഠിപ്പിക്കണത്. ഞാൻ ഇവരുടെ ചിരി കേട്ടിട്ടാണ് പോയി നോക്കണത്. പഠിക്കുകയാണോ കളിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവരെന്തായാലും ചിരിച്ചിട്ടൊക്കെയാണ് ഇരുന്ന് പഠിക്കുന്നത് കേട്ടോ. ഞാനാ പഠിപ്പിക്കണെന്ന് വെച്ചിങ്ങനെ നേരെ തിരിച്ചാണ് സാധാരണ ഉണ്ടാവാറ്. പിന്നെ അവര് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. എനിക്കൊരു അൺബോക്സിംഗ് ഉണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കെറ്റില് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പഴയ കെറ്റില് കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറെ പേര് ആ സമയത്ത് അതിന്റെ ലിങ്ക് ചോദിച്ചിരുന്നു. കാരണം അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ലിങ്ക് തരാഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഓൺലൈനിനായിട്ട് എടുത്തത്. അപ്പൊ ഇതിലെ കെറ്റിലും വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു വാക്കം ഫ്ലാസ്ക് സെറ്റും കൂടി ഉണ്ട് കേട്ടോ. എക്സ്ട്രാ 2 ഗ്ലാസും കൂടി വരുന്നുണ്ട്. അതും നമുക്ക് ഇങ്ങനെ മൂടിയാക്കിയിട്ട് അടയ്ക്കാൻ പറ്റൂട്ടോ. അങ്ങനെ 3 എണ്ണമായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല പ്രൊഡക്റ്റ് ആണ്. ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ റൈറ്റ് സൈഡിൽ കൊടുക്കാട്ടോ. അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോന്റെ റൈറ്റ് സൈഡിലായിരിക്കും കേട്ടോ ലിങ്ക് കാണുക, ഫേസ്ബുക്കിലായിരിക്കില്ലേ.